എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. എല്ലാ കുട്ടികളും കേൾക്കണം. എന്നാൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാർച്ച് 3-ന് പരീക്ഷ തുടങ്ങുകയല്ലേ. അതുകൊണ്ട് പ്രത്യേകിച്ചും അവരിത് കേൾക്കണം, അല്ലെങ്കിൽ അമ്മമാരിത് കേൾപ്പിക്കണം. കുഞ്ഞുങ്ങളെ, ആരും പരീക്ഷയെക്കുറിച്ച് ഭയപ്പെടരുത്. നമ്മുടെ മനസ്സിൽ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാകണം, ഒരു ലക്ഷ്യബോധം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയണം, ഞാൻ എല്ലാ വിഷയത്തിനും A+ വാങ്ങി ജയിക്കും, ഞാൻ നല്ല മാർക്ക് വാങ്ങി ജയിക്കുമെന്ന്. ഇത് നമ്മുടെ തലച്ചോറിലെത്തി അവിടെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് വേണ്ട സമയത്ത് അത് ബുദ്ധിയിൽ ഉണർന്ന് പ്രവർത്തിക്കും. അപ്പം നമുക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദിവസവും ഒരു 10 പ്രാവശ്യമെങ്കിലും മനസ്സിൽ നമ്മൾ പറയണം, ഞാൻ എല്ലാ വിഷയത്തിനും A+ വാങ്ങി ജയിക്കും, നല്ലവണ്ണം പഠിക്കുമെന്ന് പറയണം. എന്നിട്ട് നിങ്ങളുടെ ആ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. കുട്ടികൾക്ക് നല്ലവണ്ണം പരീക്ഷ എഴുതാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ്. പല മഹാന്മാരും ഈ നിലയിലെത്തിയത് ഇങ്ങനെയാണ്. ഞാൻ പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ വീണ്ടും ഞാൻ മാർക്ക് വാങ്ങി വിജയിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ തോറ്റ് പിന്മാറില്ല, വിജയത്തിൻ്റെ ചവിട്ടുപടികൾ കയറി വിജയിക്കുമെന്ന് പറയണം. പരാജയങ്ങളെയൊക്കെ നമ്മളെ ചവിട്ടുപടികളാക്കിയാണ് നമ്മൾ ഉപയോഗിക്കാൻ. വിജയിക്കും എന്ന് നിങ്ങൾക്കറിയാം. നമ്മളൊക്കെ പല പ്രാവശ്യം വീണിട്ടാണ് നടക്കാൻ പഠിച്ചത്, അല്ലേ? നിങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം വീണിട്ടുണ്ട് എന്ന് വെച്ച് നടക്കാതിരിക്കുവാണോ? കാല് മുറിവുണ്ടാകും. എന്നിട്ട് നമ്മൾ ആ വേദനയോടെ വീണ്ടും നടക്കാൻ നമ്മൾ ശ്രമിക്കും, അല്ലേ? എന്നും പറഞ്ഞ് നടക്കാതിരുന്നാലോ, വേദന എടുക്കുന്നു നടക്കാതിരുന്നാലോ? ഇന്ന് നമ്മൾ ശരീരം വലുതായാലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായേനെ, അല്ലേ? വീഴുന്നത് പരാജയമല്ല, പക്ഷേ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കാതെ ഇരുന്നാലോ, അത് പരാജയമാണ്. അതുപോലെയാണ് നമ്മൾ പരാജയപ്പെട്ടു, ഇനിയും നമ്മൾ വിജയിക്കത്തില്ല എന്ന് വിചാരിക്കരുത്. ആ ഓരോ പരാജയവും കഴിയുമ്പോഴും ഒരു വൻ വിജയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരാജയങ്ങളില്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ പൂർണ്ണമായി ആർജിക്കാൻ നമുക്ക് സാധിക്കത്തേയില്ല. പരാജയങ്ങൾ നമ്മളിലുള്ള കഴിവുകളെ ഉണർത്തും, നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കും. നമുക്കറിയാം ഏതിനൊക്കെയാണ് നമുക്ക് മാർക്ക് വരുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് മാർക്ക് വരുന്നത്. അത് തിരുത്തി നമുക്ക് മുന്നേറാനുള്ള ഒരു കഴിവുണ്ടാകണം, അത് ചെയ്യണം. അപ്പം നമ്മൾ വിജയത്തിലെത്തും. നമ്മുടെ തെറ്റുകളെയൊക്കെ ചൂണ്ടിക്കാണിക്കും. ആ കുറവുകളെയും പോരായ്മകളെയും ഒക്കെ നികത്തി പരിശ്രമത്തിലൂടെ വിജയിക്കുവാൻ പ്രാപ്തരാക്കും. വിജയിക്കുവാനുള്ള ഘടകങ്ങൾ പഠിക്കുക എന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് എങ്ങനെ അതിൽ പരാജയപ്പെടാതിരിക്കും എന്നത്. പരാജയങ്ങൾ നമ്മളെ പഠിക്കുവാൻ സഹായിക്കുക ചെയ്യുന്നത്. ഒരു പരാജയം വരുമ്പോൾ നമ്മൾ കൂടുതൽ മാർക്ക് വാങ്ങി ജയിക്കണം, നമ്മളെ ക്ലാസ്സിൽ മോശമായിട്ട് സംസാരിക്കാൻ ഇടവരുത്തരുത്, എല്ലാവരും കളിയാക്കരുത്, പരിഹസിക്കരുത് എന്ന് വിചാരിച്ച് നമ്മൾ പരാജയങ്ങളെ പഠിക്കുവാനുള്ള വഴിയായി കാണണം. നമ്മുടെ കാല് ഒന്ന് തട്ടുക, നടക്കുമെന്ന വഴിക്ക് ഒരു കല്ലിൽ കാല് തട്ടി നമ്മൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ വീണിട്ടുണ്ടാകും, അല്ലേ? ആരെങ്കിലുമൊക്കെ കാല് തട്ടി വീണിട്ടുണ്ടാകത്തില്ലേ? പിന്നീട് അതേ സ്ഥലത്ത് കൂടി പോകുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കും, ഇവിടെ ഒരു കല്ലുണ്ടായിരുന്നു, എൻ്റെ കാലയിൽ തട്ടി മുറിഞ്ഞതാണ് എന്ന് വെച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും അവിടെ നടക്കുന്നത്. അതുപോലെ ഓരോ പരാജയവും വിജയിച്ച് മുന്നേറുക എന്ന അറിവ് നമുക്ക് നൽകുന്നു. ഇതിനോടൊപ്പം ഞാൻ വായിച്ച ഒരു കഥയും കൂടി പറയാം. മഹാനായ ഗ്രീക്ക് ചിന്തകൻ സോക്രട്ടീസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? പലരും കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഒരു ദിവസം സംശയ നിവാരണത്തിനായി ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. അയാൾ സോക്രട്ടീസിനോട് ചോദിച്ചു, ഗുരു, ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എത്രത്തോളം വലുതായിരിക്കണം? അപ്പം ആ ഗുരു പറഞ്ഞു, നാളെ രാവിലെ വരാൻ പറഞ്ഞു. സോക്രട്ടീസ് അയാളോട് പറഞ്ഞു, നാളെ രാവിലെ ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. നാളെ രാവിലെ വരാൻ വന്ന സമയത്ത് പറഞ്ഞു, തൊട്ടടുത്തൊരു നദിയുണ്ട്, ആ നദിയുടെ അവിടെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. പിറ്റേ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ അയാൾ ആ നദിയുടെ കരയിലെത്തി. അപ്പോൾ സോക്രട്ടീസ് ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. സോക്രട്ടീസ് അയാളെ വിളിച്ചു, അടുക്കലോട്ട് വരാൻ പറഞ്ഞു. അയാൾ വെള്ളത്തിലിറങ്ങി സോക്രട്ടീസിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ പറഞ്ഞു, വെള്ളത്തിൽ മുങ്ങി കുളിച്ചോളാൻ പറഞ്ഞു. സോക്രട്ടീസ് പറഞ്ഞ പോലെ അയാൾ വെള്ളത്തിലോട്ട് മുങ്ങിയതും സോക്രട്ടീസ് അയാളുടെ ആ തലയിൽ പിടിച്ച് താഴോട്ട് വെള്ളത്തിലോട്ട് അമക്കി പിടിച്ചു. അപ്പോൾ അയാൾക്ക് മുകളിലോട്ട് പൊങ്ങാനായിട്ട് പറ്റുന്നില്ല. അയാൾ പല രീതിയിലും മുകളിലോട്ട് പൊങ്ങാനായിട്ട് നോക്കി. അത്രയ്ക്ക് ബലമായി സോക്രട്ടീസ് അയാളെ താത്തു പിടിച്ചിരിക്കുമായിരുന്നു. പല രീതിയിലും അയാൾ മുകളിലോട്ട് ഉയരാൻ പല ശ്രമങ്ങളും നടത്തി. എന്നാൽ
അയാൾക്ക് ഉയരാൻ സാധിച്ചില്ല. കുറേ നേരം അയാൾ ആ വെള്ളത്തിനടിയിൽ കിടന്നിരിക്കും. പെട്ടെന്ന് അതാ ഒരു കുതിപ്പ്, അയാൾ എല്ലാം തട്ടി മാറ്റി അയാൾ മുകളിലോട്ട് പൊങ്ങി. എന്നിട്ട് അയാൾ വേഗം കരയിലോട്ട് നീന്തി കയറി. അപ്പം സോക്രട്ടീസ് അയാളോട് ചോദിച്ചു, ഇപ്പം എന്താ അനുഭവപ്പെട്ടതെന്ന്. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, വെള്ളത്തിൻ്റെ അടിയിലായിരുന്നപ്പോൾ നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്ത് തോന്നി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പ്രാണവായു ലഭിക്കണമെന്നാണ് എനിക്ക് തോന്നിയത് അന്നേരം. അന്നേരം ഇപ്പം എങ്ങനെയെങ്കിലും എനിക്ക് പ്രാണവായു ലഭിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അത് വെറും ആഗ്രഹമായിരുന്നോ അതോ നിൻ്റെ ലക്ഷ്യമായിരുന്നോ? അയ്യോ, അതില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് തോന്നി. എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കുവാൻ ഞാൻ തയ്യാറായി. യുവാവ് പെട്ടെന്ന് അതിന് മറുപടി പറഞ്ഞത്. വളരെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അത്ര കിതയ്ക്കുക. അദ്ദേഹം വെള്ളം കുറച്ചൊക്കെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ക്ഷീണിതനായിരുന്നു. സോക്രട്ടീസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇപ്പം നിനക്ക് നിൻ്റെ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരം കിട്ടിയില്ലേ? നീ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നിനക്ക് ലഭിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ലഭിച്ചു എന്ന് പറഞ്ഞു. എന്താ? വെറും ചെറിയ ആഗ്രഹങ്ങളുണ്ട് ഒരിക്കലും വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ അത്രയ്ക്കും തീവ്രവും ശക്തവുമായിരിക്കണം. അതില്ലാതെ ജീവിതമില്ല എന്ന് കരുതണം. എങ്കിൽ തീർച്ചയായും നാം അവിടെ എത്തിച്ചേരും, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ആഗ്രഹങ്ങൾ തീവ്രമായിരിക്കണം. ആ കഥയാണ് സോക്രട്ടീസ് അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. അയാൾ അത് കേൾക്കുകയും വളരെ ശ്രദ്ധയോടെ അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തുകയും ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത്. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടെത്തുക. ഞാൻ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർഗ്ഗം വിജയിക്കും. എനിക്ക് പരീക്ഷയൊക്കെ വളരെ എളുപ്പമായിരിക്കും. പരീക്ഷയെക്കുറിച്ച് എനിക്കൊരു പേടിയുമില്ല എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യാമെന്ന് നമ്മുടെ മനസ്സിൽ അത് നല്ലവണ്ണം പതിഞ്ഞിരിക്കുകയും അത് നമുക്ക് പ്രയോജനപ്പെടുകയും നല്ല മാർഗ്ഗം വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായി പഠിക്കും, നല്ല മാർഗ്ഗം ജയിക്കും. ഞാനും അതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇനിയും ഇതുപോലെ തന്നെ ഉള്ള മഹാന്മാരുടെ വളരെ ഇതുപോലെ പരീക്ഷകളിലൊക്കെ തോറ്റും ഒക്കെ ഇരുന്ന പലരും വലിയ മഹാന്മാരായിട്ട് കഥയുണ്ട്. അത് ഞാൻ അടുത്ത കഥയിൽ പറയാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ കഥ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെയൊക്കെ അഭിപ്രായവും അറിയിക്കണം. അപ്പം നമുക്ക് ഉടനെ അടുത്ത കഥയുമായി കാണാം.